ഹലോ നമസ്കാരം, എല്ലാവർക്കും റൈറ്റേഴ്സ് ഐഎസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് HSA സോഷ്യൽ സയൻസ് പഠിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നാഷണൽ ഇൻകം എന്ന് പറയുന്ന ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെയ്യാൻ പോകുന്ന കുറച്ച് MCQ ആണ് നോക്കാം. അപ്പം നമുക്ക് ഇതൊരു പാർട്ട് 1 വീഡിയോ ആണ്. ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഉടനെ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പം നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഒരു കാര്യം നിങ്ങളോട് തുടക്കത്തിൽ പറഞ്ഞോട്ടെ, നമ്മൾ റൈറ്റേഴ്സ് IASൻ്റെ ഒരു HSAക്ക് വേണ്ടിയിട്ടുള്ള ഒരു ടെസ്റ്റ് സീരീസ് പ്രോഗ്രാം നമ്മൾ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഈ ടെസ്റ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HSAയുടെ മൊത്തം സിലബസിനെ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്തിട്ട് പല സബ്ജക്റ്റ് വൈസ് ടെസ്റ്റായിട്ടാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ സ്കീമുണ്ട്. ആ സ്കീം ബേസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ റൈറ്റേഴ്സ് IASൻ്റെ ലേണിംഗ് ആപ്പ് ഉണ്ട്, പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതുവഴി നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും. ഓക്കെ, കൂടുതൽ വിവരങ്ങൾക്കായിട്ട് ഈ നമ്പറിൽ ബന്ധപ്പെട്ടിരുന്നാൽ മതി. നമുക്ക് ഡീറ്റെയിൽസ് എല്ലാം പറയാം. വളരെ ചെറിയൊരു ഫീസാണ്. അതോടൊപ്പം തന്നെ ഈ ടെസ്റ്റ് സീരീസ് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഫുൾ സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതായിരിക്കും. ക്ലിയർ? അപ്പോൾ ഇതൊരു പുതിയൊരു ഓഫറാണ്. അപ്പം എല്ലാവരും ഒന്ന് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ബന്ധപ്പെടുക. ക്ലിയർ? ഓക്കെ, നമുക്കിനി ഭാഗത്തേക്ക് വരാം. ആദ്യമായിട്ട് നമ്മൾ നാഷണൽ ഇൻകത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. ദേശീയ വരുമാനം ഇല്ലേ? എന്താണ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ദേശീയ വരുമാനം എന്ന് പറഞ്ഞാൽ സിംപ്ലി പറയുകയാണെങ്കിൽ എന്താണ്? നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വരുമാനം ഇല്ലേ? രാഷ്ട്രത്തിൻ്റെ വരുമാനം. എന്താണ് രാഷ്ട്രത്തിൻ്റെ വരുമാനം? ഇപ്പം നമ്മുടെ കുടുംബത്തിൻ്റെ വരുമാനം എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റില്ലേ? നമ്മുടെ കുടുംബത്തിലെ എല്ലാ ആളുകളുടെയും എല്ലാ സെക്ടറിലും, ഇപ്പം നമ്മുടെ കുടുംബത്തിൽ പല മെമ്പേഴ്സ് ഉണ്ട് അല്ലേ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ ബ്രദറുണ്ട്. ഇത്രയും പേരുടെയും കൂടെ മൊത്തവും വരുമാനം കൂടെ കൂട്ടിയെടുക്കുമ്പോഴാണ് എന്ത് കിട്ടുന്നത്? നമ്മളുടെ കുടുംബത്തിൻ്റെ വരുമാനം കിട്ടുന്നത്. എന്ന് പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രത്തിൻ്റെ വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രാഷ്ട്രത്തിലെ എല്ലാ സെക്ടറുകളിൽ നിന്നുള്ളതും. അതപ്പം ഒന്നാമത്തെ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ അഗ്രികൾച്ചർ എന്ന് പറയുന്ന ഒരു സെക്ടറാണ് ഇല്ലേ? അഗ്രികൾച്ചർ സെക്ടറുണ്ട്. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു സെക്ടറാണ് മാനുഫാക്ചറിങ് സെക്ടറുണ്ട് അല്ലേ? പിന്നെ സർവീസ് സെക്ടറുണ്ട്, ഇലക്ട്രിസിറ്റി വരുന്നുണ്ട് ഇല്ലേ? പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാ സെക്ടറിൽ നിന്നുള്ള എല്ലാ വരുമാനവും കൂടെ കൂട്ടിയെടുക്കുമ്പോൾ എത്രയാണോ കിട്ടുന്നത് അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നമ്മളുടെ രാജ്യത്തിൻ്റെ നാഷണൽ ഇൻകം അല്ലെങ്കിൽ GDP എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, GDP എന്ന് പറയുന്നത് ഈ നാഷണൽ ഇൻകത്തിൻ്റെ ഒരു ഡയമെൻഷനാണ്. ക്ലിയർ? അപ്പം ഇതാണ് എന്തെന്ന് പറയുന്നത് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. നമുക്ക് ഡെഫിനിഷൻ നോക്കാം. നാഷണൽ ഇൻകം ഈസ് എ ടോട്ടൽ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ദ ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ കൺട്രീസ് റെസിഡൻസ് വിത്തിൻ എ സ്പെസിഫിക് പീരീഡ്. അതായത് ഒരു രാജ്യത്തെ, ശ്രദ്ധിക്കുക, ഒരു രാജ്യത്തെ ആളുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും, ഓക്കെ, ഇവിടെ സാധനം എന്ന് ഉദ്ദേശിച്ചിരിക്കുന്ന അല്ലെ സേവനം ഉദ്ദേശിക്കുന്ന ഫൈനലാണ് കേട്ടോ, അന്തിമ ഉൽപ്പന്നങ്ങളാണ് കേട്ടോ. അത് എന്തുകൊണ്ടാണ് അന്തിമ ഉൽപ്പന്നം എടുത്ത് പറയുന്നത് നമുക്ക് അടുത്ത സ്ലൈഡ് വരുമ്പോൾ ഞാൻ പറഞ്ഞുതരാം കൃത്യമായിട്ട്. അപ്പം മനസ്സിലാക്കുക, ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെടുന്ന എല്ലാ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മോണിറ്ററി വാല്യൂ കൂട്ടിയെടുക്കുമ്പോൾ കിട്ടുന്നതാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി എത്ര നാളത്തെ വരുമാനം അല്ലെങ്കിൽ എത്ര നാളത്തെ ഉൽപ്പാദനമാണ് നമ്മൾ കൂട്ടിയെടുക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ സ്പെസിഫിക് പീരീഡ്. ഓക്കെ, യൂഷ്വലി a year. ഓക്കെ, ഒരു വർഷം ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ കൂട്ടിയെടുക്കുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? നമ്മളുടെ രാജ്യത്തിൻ്റെ വരുമാനം കിട്ടുന്നത്. ഓക്കെ, യൂഷ്വലി a year. ഇവിടെ ഇയർ എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ ആണ് കേട്ടോ, ഫിനാൻഷ്യൽ ഇയർ ആണ്. ഓക്കെ, നമ്മുടെ ഇന്ത്യയിൽ ഫിനാൻഷ്യൽ ഇയർ സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ 1 തുടങ്ങിയിട്ട് മാർച്ച് 31 അവസാനിക്കുക ചെയ്യുന്നത്. അപ്പം ഇപ്പോഴത്തെ നാഷണൽ വരുമാനം അല്ലെങ്കിൽ ദേശീയ വരുമാനം എങ്ങനെ കണക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2025 ഏപ്രിൽ 1 തൊട്ട് 2026 മാർച്ച് 31 വരെയുള്ളതാണ് ഇപ്പോഴത്തെ നമ്മൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 2025 ഏപ്രിൽ 1 തൊട്ട് അടുത്ത വർഷം മാർച്ച് 31 വരെയുള്ള നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട എല്ലാ ഫൈനൽ ഗുഡ്സിൻ്റെയും സർവീസസിൻ്റെയും മോണിറ്ററി വാല്യൂ കൂട്ടിയെടുത്തിട്ടാണ് ഈ ഒരു കാലത്തെ എന്ത് കണക്കാക്കുന്നത്? നാഷണൽ ഇൻകം കണക്കാക്കുന്നത്. അപ്പം NI നാഷണൽ ഇൻകം ഓഫ് എന്നാണ് 2025 2026 എന്ന് പറയുന്നത് എന്താണ്? ഇത്രയും കാലത്ത് നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ ആണ്. ക്ലിയർ ആവുന്നുണ്ടോ?
ഓക്കെ, ഇത് നമുക്ക് മറ്റൊരു കാര്യം നോക്കാം. ആൻഡ് ഇറ്റ് സെർവ്സ് ആസ് എ കീ ഇൻഡിക്കേറ്റർ ഓഫ് നേഷൻസ് എക്കണോമിക് ഹെൽത്ത് ആൻഡ് ഔട്ട്പുട്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്നതാണ്, അല്ലെങ്കിൽ ഈ GDP എന്ന് പറയുന്നതാണ് ഒരു രാജ്യം എത്രത്തോളം എക്കണോമിക്കലി സ്ട്രോങ് ആണെന്ന് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഏകകം. ക്ലിയർ ആണോ? അപ്പോൾ ഒരു രാജ്യം സാമ്പത്തികമായിട്ട് ഒരു വലിയ ശക്തിയാണോ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ രാജ്യത്തിൻ്റെ GDP വെച്ചാൽ പറയുക. ഇപ്പം നിങ്ങൾക്ക് തന്നെ അറിയാം, നമ്മളുടെ ഒന്നാമത്തെ ശക്തി ആരാണ്? ഒന്നാമത്തെ ശക്തിയാണ് USA. ഒന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് USA. അപ്പം USA GDP എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 30 ട്രില്യൺ USD ആണ്. ഓക്കെ, രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഏതാണ്? ചൈന എന്ന് പറയുന്നത്. എത്രയാണ്? 19, ഓൾമോസ്റ്റ് 19 ട്രില്യൺ $. മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഏതാണ്? ജർമ്മനി. അവരുടെ എത്രയാണ്? 4.744 ട്രില്യൺ USD ആണ്. നാലാമത്തെ സാമ്പത്തിക ശക്തി ഏതാണ്? അത് നമ്മുടെ ഇന്ത്യയാണ്. എത്രയാണ് ഇന്ത്യയുടെ? 4.184. ഓക്കെ, ഓൾമോസ്റ്റ് ആണ്. ഞാൻ ഒരു ഫിഗറാണ് എഴുതുന്നത് കേട്ടോ, ഒരു ഏകദേശം ഒരു ഫിഗറാണ് ഞാൻ എഴുതുന്നത്. എക്സാക്ട്ലി ആണെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ 4.184 ആണ്. അപ്പോൾ നോക്ക്, ഏറ്റവും കൂടുതൽ GDP ഉള്ളത് US-നാണ്. അപ്പോൾ അവരാണ് ഒന്നാമത്തെ സാമ്പത്തിക ശക്തി. പിന്നെ അത് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ GDP ഉള്ളത് ആരാണ്? ചൈനയാണ്. 19 വരുന്നുണ്ട്, 19 പോയിൻറ്റ് സംതിങ് ട്രില്യൺ $. ആണ്. അപ്പോൾ അവർ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി. മൂന്നാമത്തെ ഏതാണ്? 4.744 ട്രില്യൺ $. ജർമ്മനി. അപ്പോൾ ഒരു മൂന്നാമത്തെയായി. അത് കഴിഞ്ഞാൽ 4.184 ഇന്ത്യ, ഇല്ലേ? അപ്പോൾ ഇന്ത്യ നാലാമത്തെ സാമ്പത്തിക ശക്തിയായി. ഇങ്ങനെ ഈ ഒരു GDP വെച്ചിട്ടാണ് ഈ കണക്കെല്ലാം വരുന്ന IMF-ൻ്റെ ഡേറ്റയാണ് കേട്ടോ, ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ഡേറ്റയാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ ഡേറ്റയെ ബേസ് ചെയ്തിട്ടാണ് ഒരു രാജ്യം എത്ര വലിയ സാമ്പത്തിക ശക്തിയാണെന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇതാണ് നാഷണൽ ഇൻകം എന്ന് പറയുന്ന ബേസ് ലെയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ നാഷണൽ ഇൻകത്തിന് കുറച്ച് ഡയമെൻഷൻസ് ഉണ്ട്. ഇപ്പം നാഷണൽ ഇൻകം നമ്മൾ GDP പറയാറുണ്ട്, GNP പറയാറുണ്ട്, NDP ഉണ്ട്, NNP ഉണ്ട്. ഇങ്ങനെ പല ഡയമെൻഷൻസ് ഉണ്ട് ഒരു നമ്മുടെ നാഷണൽ ഇൻകത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ. അത് ഓരോ പെർസ്പെക്റ്റീവ് അനുസരിച്ചിട്ടാണ് നമ്മൾ ഓരോ ടൈപ്പ് എടുക്കും. ഇപ്പോൾ ഒരു പെർസ്പെക്റ്റീവിൽ GDP നമ്മൾ നോക്കും, മറ്റൊരു പെർസ്പെക്റ്റീവ് നമ്മൾ GNP നോക്കും, മറ്റൊരു പെർസ്പെക്റ്റീവ് NDP നോക്കും, മറ്റൊരു പെർസ്പെക്റ്റീവിൽ NNP നോക്കും. ഇങ്ങനെ ഓരോന്നിനും ഓരോ പെർസ്പെക്റ്റീവ്. അത് നമ്മൾ ഓരോ സാഹചര്യത്തിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ബേസിക്കലി നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. ഇത്രയും മനസ്സിലാക്കി കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ക്ലിയർ ആണല്ലോ? നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. അടുത്തത്, നമ്മളെപ്പോഴും ഈ ദേശീയ വരുമാനം നമ്മൾ പറഞ്ഞല്ലോ എന്ന് പറയുന്നത് ഒരു രാജ്യത്ത് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളും. അപ്പോൾ ഈ ഏതാണ് രാജ്യം, എവിടെയൊക്കെയാണ് സാധനങ്ങളും സേവനങ്ങളും പ്രൊഡ്യൂസ് ചെയ്യപ്പെടുക എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അപ്പം നമ്മൾ ആ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്ഥലത്തിന് പറയുന്ന പേരാണ് ഇക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഇപ്പം നമ്മൾ മുമ്പ് പറഞ്ഞല്ലോ, ഒരു രാജ്യത്ത് സാധനങ്ങളും സേവനങ്ങളും നിർമ്മിക്കപ്പെടുന്നുണ്ട്. ആ നിർമ്മിക്കപ്പെടുന്നതിൻ്റെ അപ്പോൾ നമുക്ക് ഈ രാജ്യം നമ്മൾ ആലോചിക്കുക, എവിടെയാണ് നമ്മുടെ രാജ്യം? അതിന് നമുക്ക് ഡെഫിനേഷൻ ഉണ്ട്. അതിനാണ് നമ്മൾ എക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. ഇപ്പം നമ്മൾ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നമ്മൾ പരിഗണിച്ച് നോക്കിയേ. ഇതാണ് തൽക്കാലം ഒരു ഇന്ത്യ എന്ന് നിങ്ങൾ കരുതുക. ഓക്കെ, ഇതാണ് നമ്മളുടെ മാപ്പിനകത്ത് കാണുന്ന ഇന്ത്യ, നമ്മുടെ ഏത് ടെറിട്ടറിയാണ്. അതുപോലെ ഇവിടെ നമുക്ക് കുറേ ഗ്രൂപ്പ് ഓഫ് ഐലൻഡ്സ് ഉണ്ട്, അല്ലേ? നമ്മളതിനെ ആൻഡമാൻ എന്ന് വിളിക്കാറുണ്ട്. അതും നമ്മുടെ ജോഗ്രഫിക്കൽ ടെറിട്ടറിയാണ്. ഇവിടെ കുറച്ച് ഐലൻഡ്സ് ഉണ്ട്, നമ്മളതിനെ ലക്ഷദ്വീപ് എന്ന് വിളിക്കാറുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മളുടെ ഇന്ത്യൻ ടെറിട്ടറി എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഈ ഇത്രയും പറഞ്ഞ പ്രദേശത്ത്, ഓക്കെ, അതായത് ഇന്ത്യ ഉണ്ട്, ആൻഡമാനുണ്ട്, പിന്നെന്താണ് ലക്ഷദ്വീപുണ്ട്, പിന്നെ അതുപോലെ തന്നെ കുറച്ച് നമുക്ക് അറേബ്യൻ സീയിൽ നമുക്കൊരു കുറച്ച് നമ്മളുടെ ഒരു ടെറിട്ടറി ഉണ്ട്, ബേ ഓഫ് ബംഗാളിൽ നമുക്ക് കുറച്ച് ടെറിട്ടറി ഉണ്ട്, ഇന്ത്യൻ ഓഷ്യനിൽ നമുക്ക് കുറച്ച് ടെറിട്ടറി ഉണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളുടെയും വാല്യൂ ആണ് നമ്മൾ GDP കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? കൂടാതെ ഇതിപ്പം നമ്മൾ ഇന്ത്യയിലുള്ളതാണല്ലോ ഈ പറഞ്ഞത്, ഇന്ത്യക്ക് പുറത്തും നമുക്ക് ടെറിട്ടറി ഉണ്ട്. അതേതൊക്കെയാണെന്ന് നോക്കിയാലോ? നോക്കിക്കഴിഞ്ഞാൽ ദ ജോഗ്രഫിക്കൽ ടെറിട്ടറി അഡ്മിനിസ്ട്രേറ്റ് ബൈ ദ ഗവൺമെൻറ്, ലാൻഡ് ഏരിയ, എയർ സ്പേസ്, ടെറിട്ടോറിയൽ വാട്ടേഴ്സ്. നമ്മൾ പറഞ്ഞ എന്തൊക്കെയാണ്? നമ്മളുടെ ഇന്ത്യയുടെ ഏരിയ നമ്മൾ പറഞ്ഞ ഇന്ത്യ ഉണ്ട്, ആൻഡമാനുണ്ട്, ലക്ഷദ്വീപ് ഉണ്ട്. അതുപോലെ നമ്മുടെ സ്പേസ് ഉണ്ട്, എയർ സ്പേസ് ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റ് പറന്നു പോകുന്ന നമ്മളുടെ എയർ സ്പേസ്, അത് നമ്മുടെ ടെറിട്ടറിയാണ്.
നമ്മുടെ ഷിപ്പ് പോകുന്ന നമ്മുടെ കടലിൻ്റെ കുറച്ച് ഭാഗം അല്ലെങ്കിൽ ഓഷ്യൻ്റെ കുറച്ച് ഭാഗം അതും നമ്മുടെ ടെറിട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ അത് നമ്മുടെ ടെറിട്ടറിയാണ്. അതാണ് ഞാൻ ഈ ഡയഗ്രാം വരച്ച് കാണിച്ചു തന്നത്. ഇന്ത്യ, ആൻഡമാന്, ലക്ഷദ്വീപ്, നമ്മുടെ അറബിക്കടലിലെ ഉണ്ട്, ബേ ഓഫ് ബംഗാളിലെ ഉണ്ട്, ഇന്ത്യൻ ഓഷനിലുണ്ട്. ഇത് നമ്മുടെ ടെറിട്ടറിയാണ്. ഇത് കൂടാതെ വേറെയും ടെറിട്ടറി ഉണ്ട്. അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബസീസ്, കോൺസുലേറ്റ്സ് ആൻഡ് മിലിറ്ററി ബേസസ് ലൊക്കേറ്റഡ് എബ്രോഡ്. ഓക്കെ, ഇന്ത്യയുടെ ഏതെങ്കിലും എംബസീസ് വിദേശ രാജ്യങ്ങളിലുണ്ടെങ്കിൽ അത് നമ്മുടെ ടെറിട്ടറിയാണ്. നമ്മുടെ ഏതെങ്കിലും കോൺസുലേറ്റ്സ് വേറൊരു രാജ്യത്തുണ്ടെങ്കിൽ അതും നമ്മുടെ ടെറിട്ടറിയാണ്. നമ്മളുടെ ഏതെങ്കിലും മിലിറ്ററി ബേസ് വേറെ ഏതെങ്കിലും രാജ്യത്തുണ്ടെങ്കിൽ അതും നമ്മുടെ ടെറിട്ടറിയാണ്. അപ്പോൾ അവിടെയുള്ള ഉദാഹരണം ഇന്ത്യൻ എംബസി ഇൻ USA ഈസ് എ പാർട്ട് ഓഫ് ഇന്ത്യസ് എക്കണോമിക് ടെറിട്ടറി. അതായത് ഇന്ത്യൻ എംബസി, US ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ടെറിട്ടറിയാണ്, ഇന്ത്യയുടെ ടെറിട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന സാധനങ്ങളുടെ സേവനങ്ങളുടെ വില നമ്മളുടെ GDP-ക്കകത്ത് കൂട്ടാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? കാരണം ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, അമേരിക്കയിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ എംബസിയുടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വില നമ്മുടെ GDP-യിൽ വരാറുണ്ട്. കാരണം എന്താ? അമേരിക്കയിലുള്ള ഇന്ത്യൻ എംബസി ഇന്ത്യൻ ടെറിട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അടുത്ത് നോക്കാം. ഷിപ്സ് ആൻഡ് എയർക്രാഫ്റ്റ് ഓപ്പറേറ്റഡ് ബൈ ദ റെസിഡൻസ് എക്രോസ് ബോർഡേഴ്സ്. അതായത് നമ്മുടെ രാജ്യത്തെ ഏതെങ്കിലും ഒരു പൗരൻ അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം നിർമ്മിച്ച ഏതെങ്കിലും ഒരു കപ്പലോ അല്ലെന്നുണ്ടെങ്കിൽ എയർക്രാഫ്റ്റോ ഇൻ്റർനാഷണൽ ബോർഡേഴ്സിൽ കൂടെ പോയി കഴിഞ്ഞാലും അത് നമ്മുടെ ടെറിട്ടറിയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ രാജ്യത്ത് നിർമ്മിച്ച ഒരു കപ്പൽ, ഇപ്പോൾ അദാനി ഗ്രൂപ്പിൻ്റെ ഒരു കപ്പൽ, ഓക്കെ, അതിങ്ങനെ പോവാണ്, ഇങ്ങനെ അത് പോകുന്നു, കടലിൽ കൂടെ പോകുന്നു, അത് ഫിഷിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അതിന് മീൻ പിടിച്ചിട്ട് അത് സെല്ല് ചെയ്തിട്ട് വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ഡോളേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. അത് ആരുടെ ടെറിട്ടറിയാണ്? ഇന്ത്യൻ ടെറിട്ടറിയാണ്. കാരണം എന്താണ്? ഇറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ എ റെസിഡൻറ്റ്. നമ്മുടെ ഇന്ത്യയുടെ ഭാഗമാണ്. പക്ഷേ അത് ഇൻ്റർനാഷണൽ കടലിൽ കൂടെ ആയിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് ഇന്ത്യക്കാരുടെ ആണെങ്കിൽ, കപ്പൽ ഇന്ത്യക്കാരുടെ ആണെങ്കിൽ അതും നമ്മുടെ ടെറിട്ടറിയാണ്. അതുപോലെ നമ്മളിവിടെ നിന്നൊരു ഇൻ്റർനാഷണലി പറക്കുന്ന ഒരു വിമാനം, ഒരു എയർക്രാഫ്റ്റ് ഓപ്പറേറ്റഡ് ബൈ റെസിഡൻസ്, നമ്മളുടെ ഇന്ത്യൻ എയർലൈൻസിൻ്റെ അല്ലെങ്കിൽ ഒരു സ്പൈസ് ജെറ്റ് പോകുന്നുണ്ട്, അത് ഇന്ത്യൻ ടെറിട്ടറിയാണ്. ആ സ്പൈസ് ജെറ്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ ടെറിട്ടറിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുപോലെ ഇൻസ്റ്റലേഷൻസ് ലൈക്ക് ഓയിൽ റിഗ്, ഫിഷിംഗ് വെസൽസ് ഓർ ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോംസ്, if operated by residents they are part of country's territory even if outside the physical border. നമ്മുടെ ഇന്ത്യയുടെ ബോർഡർ കടന്നിട്ട് പുറത്തുകൂടി പോയി കഴിഞ്ഞാലും അത് ഇന്ത്യൻ ടെറിട്ടറി ആണ്. ബിക്കോസ് ദാറ്റ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ഇന്ത്യയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? ഇത്രയും ഞാൻ വ്യക്തമായിട്ട് പറയാനുള്ള കാര്യം, നമുക്ക് ചോദിക്കുന്ന ചോദ്യം ട്വിസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആൻസർ എഴുതാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഒരു പരീക്ഷയ്ക്ക് ചോദിക്കുകയാണ്, ഓക്കെ, അമേരിക്കയുടെ ഇൻ്റർനാഷണൽ വാട്ടറിൽ കൂടെ കടന്നു പോകുന്ന, അതായത് അമേരിക്കയുടെ വാട്ടർ സ്പേസിലൂടെ കടന്നു പോകുന്ന ഒരു ഇന്ത്യൻ ഷിപ്പ്, ആ ഇന്ത്യൻ ഷിപ്പിൽ നടക്കുന്ന പ്രൊഡക്ഷനിൽ നിന്ന് കിട്ടുന്ന വരുമാനം ആരുടെ GDP ആണ് എന്ന് ചോദിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാം, അത് ഇന്ത്യയുടെ GDP-യുടെ ഭാഗമാണ്. കാരണം ദ ഷിപ്പ് ഈസ് ഓപ്പറേറ്റഡ് ബൈ ആൻ ഇന്ത്യൻ. ക്ലിയർ ആവുന്നുണ്ടോ? അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫിഷിംഗ് വെസൽ ആയിക്കോട്ടെ, ഫ്ലോട്ടിംഗ് പ്ലാറ്റ്ഫോം ആയിക്കോട്ടെ, ഓയിൽ റിഗ് ആയിക്കോട്ടെ, അത് വേറെ ഇൻ്റർനാഷണൽ ഏരിയയിലാണെങ്കിലും തന്നെ ഓപ്പറേറ്റ് ചെയ്താലും അത് ഇന്ത്യക്കാരുടേതാണെങ്കിൽ, ആ ഓയിൽ റിഗ് ഇന്ത്യക്കാരുടെ ആണെങ്കിൽ അത് നമ്മുടെ GDP ആണ്. ക്ലിയർ ആണെന്നുണ്ടോ? ഇതാണ് എക്കണോമിക് ടെറിട്ടറി എന്ന് പറയുന്നത്. സെറ്റാണ്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു കാര്യം അറിയാനുള്ളത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ഓക്കെ, അതെന്താണെന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ഗുഡ്സ് എന്ന് പറയുന്നത് ടാഞ്ചിബിൾ ആണ്. ഓക്കെ, അതുപോലെ തന്നെ സർവീസസ് എന്ന് പറയുന്നത് എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്. ഓക്കെ, നമ്മൾ അപ്പോൾ ഉദാഹരണത്തിന് അരി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഗുഡ്സ് ആണ്. ക്ലോത്ത്, തുണികൾ, കാറ്, മെഷീൻസ്, ഇലക്ട്രിസിറ്റി സർവീസാണ് കേട്ടോ. ഡോക്ടർ സർവീസസ്, ഇതെല്ലാം എന്ന് പറയുന്നത് എന്താണ്? ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ ഗണത്തിൽപ്പെടുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ഗുഡ്സ്. നമുക്കറിയാമല്ലോ, നമുക്ക് ടച്ച് ചെയ്യാൻ പറ്റണം, ഒരു മെഷർമെൻ്റ് ഉണ്ടാവണം, ഒരു മാസ് ഉണ്ടാവണം, ഒരു ഡയമെൻഷൻസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങളാണ് നമ്മൾ ഗുഡ്സ് എന്ന് വിളിക്കുക. സർവീസസ് എന്താണ്? ഇൻടാഞ്ചിബിൾ ആണ്. ക്ലിയർ ആവുന്നുണ്ട്? അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസസ്, ഈ ഗുഡ്സ് ആൻഡ് സർവീസസിന് 2 ഡയമെൻഷൻസ് കൊണ്ട് പറയുന്നുണ്ട്. അതിലൊന്നാണ് ഫൈനൽ ഗുഡും മറ്റൊന്ന് ഇൻ്റർമീഡിയറ്റ് ഗുഡ്സും.
ഫൈനൽ ഗുഡ്സും ഇൻ്റർമീഡിയറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് രണ്ടും എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതിൻ്റെ വ്യത്യാസം ഞാൻ പറഞ്ഞുതരാം. നോക്കാം. ഫൈനൽ ഗുഡ്സ് ആർ ദോസ് വിച്ച് ആർ റെഡി ഫോർ കൺസംഷൻ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫൈനൽ ഗുഡ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം നമുക്ക് കിട്ടിയാൽ ഉടനെ തന്നെ കൺസ്യൂം ചെയ്യാൻ പറ്റുമെങ്കിൽ അത്തരം സാധനങ്ങളാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഫൈനൽ ഗുഡ്സ് എന്ന് പറയുന്നത്. വിച്ച് ആർ റെഡി ഫോർ കൺസംഷൻ, നമ്മൾ വാങ്ങിക്കൊണ്ട് വന്നാൽ തന്നെ അപ്പം തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ അത് ഫൈനൽ ഗുഡാണ്. ഉദാഹരണം എന്താണ്, എ കാർ പർച്ചേസ്ഡ് ബൈ എ കൺസ്യൂമർ. ഒരാൾ ഒരു കാറ് വാങ്ങിച്ചുകൊണ്ട് വന്നാൽ എന്താണ്, നമുക്ക് അന്നേരം തന്നെ ഓടിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ കാറെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൽ ഗുഡാണ്. എ ബ്രെഡ് ബോട്ട് ഫോർ ഈറ്റിംഗ്. ഒരു പാക്കറ്റ് ബ്രെഡ് മേടിച്ചാലോ, അപ്പോൾ ബ്രെഡ് എന്താണ്, ഫൈനൽ ഗുഡാണ്. ബിക്കോസ് നമുക്ക് അന്നേരം തന്നെ ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ആ മെഷീൻ ബോട്ട് ബൈ എ ഫേം ഫോർ പ്രൊഡക്ഷൻ. നമ്മുടെ ഒരു കമ്പനിയിലേക്ക്, നമ്മൾ നടത്തുന്ന ഒരു കമ്പനിയിലേക്ക് നമ്മളൊരു മെഷീൻ മേടിച്ചുകൊണ്ട് വരുന്നു, അത് അന്നേരം ഉപയോഗിക്കാൻ പറ്റും. സോ മെഷീൻ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫൈനൽ ഗുഡാണ്. ക്ലിയർ, സെറ്റല്ലേ? അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഓൺലി ഫൈനൽ ഗുഡ്സ് ആർ ഇൻക്ലൂഡഡ് ഇൻ നാഷണൽ ഇൻകം ടു അവോയ്ഡ് ഡബിൾ കൗണ്ടിങ്. ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ വില മാത്രമേ GDPക്ക് വേണ്ടിയിട്ട് എടുക്കാറുള്ളൂ. അതെന്താണെന്ന് നമുക്ക് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഫൈനൽ ഗുഡ് എന്താണെന്ന് മനസ്സിലായോ? ഒരു ഫാൻ ഫൈനൽ ഗുഡാണ്, കാരണം മേടിച്ചാൽ തന്നെ നമുക്ക് നമ്മൾ പ്ലഗ് ചെയ്തിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. കാറ് ഫൈനൽ ഗുഡാണ്. ഓക്കെ, മറ്റൊരു തരം ഗുഡുണ്ട്, അതിനാണ് നമ്മൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടാൽ ഫൈനൽ ഗുഡൊക്കെ പോലെ ഇരിക്കും, പക്ഷേ ആർ ദോസ് യൂസ്ഡ് ആസ് ഇൻപുട്ട് ഫോർ പ്രൊഡ്യൂസിങ് അതർ ഗുഡ്സ്. പക്ഷേ അതെന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അത് മറ്റ് സാധനങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇൻപുട്ടായിട്ട് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്തരം സാധനങ്ങൾക്ക് പറയുന്ന പേരാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ക്ലിയർ? They are not ready for final use and are not counted separately for national income. അത് ഞാൻ പറഞ്ഞുതരാം പോയിന്റ്. അപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡ് എന്താണെന്ന് മനസ്സിലായോ? ഉദാഹരണത്തിന് എ ഫ്ലോർ പർച്ചേസ്ഡ് ബൈ എ ബേക്കറി ടു മേക്ക് എ ബ്രെഡ്. ഇപ്പോൾ ഒരു ബേക്കറിയിൽ അവർ ബ്രെഡ് ഉണ്ടാക്കുന്നതിന് വാങ്ങുന്ന ആ മൈദ എന്ന് പറയുന്നത് എന്താണ്, ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. ആ മൈദ വെച്ച് നമ്മൾ ബ്രെഡ് ഉണ്ടാക്കി, അപ്പോൾ ബ്രെഡ് ഫൈനൽ ഗുഡാണ്. മനസ്സിലാവുന്നുണ്ടോ? ടയേഴ്സ് പർച്ചേസ്ഡ് ബൈ എ കാർ മാനുഫാക്ചറർ. നമ്മൾ കാർ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ടയർ എന്ന് പറയുന്നത് എന്താണ്, അതൊരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. കാരണം നമുക്ക് ടയർ കിട്ടിക്കഴിഞ്ഞാൽ നേരെ ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല, അത് കാറിൽ ഫിറ്റ് ചെയ്താൽ മാത്രമല്ലേ ഉപയോഗിക്കാൻ പറ്റൂ. അപ്പോൾ ടയർ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് ഗുഡ്, കാർ എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്. ആ യാൺ യൂസ്ഡ് ബൈ എ ടെക്സ്റ്റൈൽ ഫാക്ടറി. നമ്മൾ നൂല് നിർമ്മിക്കത്തില്ലേ, ആ നൂലെന്ന് പറയുന്നത് എന്താണ്, ഒരു ഇൻ്റർമീഡിയറ്റ് ഗുഡാണ്. കാരണം ആ നൂല് വെച്ചിട്ട് നമ്മൾ തുണി ഉണ്ടാക്കിയെങ്കിൽ മാത്രമേ ഫൈനൽ ആവുള്ളൂ. നൂല് നമുക്ക് നേരിട്ട് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇതാണ് ഇൻ്റർമീഡിയറ്റ് ഗുഡും ഫൈനൽ ഗുഡും. ഇനി നമുക്ക് നാഷണൽ ഇൻകം കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞ പോലെ ഫ്ലോർ. ഓക്കെ, ഫ്ലോറുണ്ട്. ആ ഫ്ലോർ ഉപയോഗിച്ച് നമ്മൾ ബ്രെഡ് നിർമ്മിക്കുന്നു. ഓക്കെ, ഈ ബ്രെഡ് എന്ന് പറയുന്നത് ഫൈനൽ ഗുഡ്, ഫ്ലോർ എന്ന് പറയുന്ന ഇൻ്റർമീഡിയറ്റ് ഗുഡ്. ഓക്കെ, ഇപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫ്ലോറിൻ്റെ വില 10 റുപ്യാന്ന് വിചാരിക്കാം. ഈ ഫ്ലോറിന്, അതായത് മൈദമാവിൻ്റെ 1 കിലോ വില, 1 കിലോ മൈദമാവിന് 10 റുപ്യാണ് വില. ആ 1 കിലോ മൈദമാവ് ഉപയോഗിച്ച് 1 കിലോ ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ, അപ്പം 10 രൂപയുടെ മൈദയും പിന്നെ കുറച്ച് ലേബർ ചാർജും ഒക്കെ ഉൾപ്പെടുത്തി ഒരു ബ്രെഡ് ഉണ്ടാക്കിയപ്പോൾ ഒരു 30 രൂപ കൂടെ അഡീഷണൽ ഇട്ട് 40 രൂപയായി ബ്രെഡ് എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മൾ എടുക്കുക, ഇന്ത്യ രാജ്യം നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ എന്ത് ചെയ്യുന്നു, ഫ്ലോർ പ്രൊഡ്യൂസ് ചെയ്തു, അതിൻ്റെ ചാർജ്, അതിൻ്റെ എത്രയായി, അതിൽ നിന്ന് കിട്ടുന്ന, അല്ലെങ്കിൽ അത് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ വരുമാനം പ്ലസ് ബ്രെഡിൻ്റെ വരുമാനം ഈക്വൽ ടു എത്ര വന്നു, 50 രൂപയാണ് നാഷണൽ ഇൻകം എന്ന് നമ്മൾ പറയുന്നു. ക്ലിയർ? ഇവിടെ പ്രശ്നം സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ 10 രൂപ നമ്മൾ കൊടുത്തു അല്ലേ. എന്ത് ചെയ്തു, നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി ഫ്ലോറിൻ്റെ, അതായത് മൈദമാവിൻ്റെ 10 രൂപ നമ്മൾ ആഡ് ചെയ്തു. അതിൻ്റെ കൂടെ 40 രൂപ ബ്രെഡിൻ്റെയും കൂടെ ആഡ് ചെയ്തു. നിങ്ങൾ നോക്കിയാട്ടെ, ഈ 40 രൂപയുടെ ബ്രെഡിനകത്ത് തന്നെ 10 രൂപ ഒരു തവണ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, മൈദയുടെ വില ബ്രെഡിൻ്റെ കൂടെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ ആഡ് ചെയ്തു, ഇവിടെ ആഡ് ചെയ്തു. അപ്പോൾ ഇവിടെ എത്ര കൗണ്ടിങ് ആയി? 1 കൗണ്ടിങ്, 2 കൗണ്ടിങ്.
അപ്പോൾ ഡബിൾ കൗണ്ടിങ് ആയപ്പോൾ തന്നെ കണക്ക് തെറ്റിപ്പോയില്ലേ, നാഷണൽ ഇൻകം കൂടിപ്പോയില്ലേ, ആക്ച്വലിനെക്കാട്ടി കൂടിയല്ലോ. അപ്പോൾ ഇങ്ങനെ 2 തവണ കൂട്ടുന്നതിനെ, 2 തവണ ഈ മോണിറ്ററി വാല്യൂവിനെ കൂട്ടുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഡബിൾ കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡബിൾ കൗണ്ടിങ് തെറ്റാണ്. അപ്പോൾ ഈ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഫൈനൽ ഗുഡിൻ്റെ വാല്യൂ മാത്രമേ നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് നമ്മൾ എടുക്കാറുള്ളൂ. ക്ലിയർ ആവുന്നുണ്ടോ? നമ്മൾ സെപ്പറേറ്റ് എടുക്കാറില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ അതാണ് ആ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, എന്തുകൊണ്ടാണ് നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് അല്ലെങ്കിൽ GDP കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫൈനൽ ഗുഡ് എടുക്കുന്നത് എന്ന് ചോദിക്കും. അപ്പോൾ എൻ്റെ ആൻസർ എന്താണ്? നമ്മൾ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ എടുക്കുമ്പോൾ ഫൈനൽ ഗുഡിൻ്റെ അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ഗുഡിനെ കൂടെ നമ്മൾ എടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് 2 തവണ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് ഗുഡിൻ്റെ സമയത്തും കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, 10 രൂപയുടെ മൈദയും വരുന്നുണ്ട്, പിന്നെ ബ്രെഡും വരുന്നുണ്ട്. അപ്പോൾ രണ്ടിനകത്തും മൈദയുടെ വില 2 തവണ ആഡ് ചെയ്യപ്പെടുന്നുണ്ട്. ആ ഡബിൾ കൗണ്ടിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ ഗുഡിൻ്റെ വില മാത്രം നമ്മൾ നാഷണൽ ഇൻകം കാൽക്കുലേഷനകത്ത് എടുക്കുന്നത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഇത്രയാണ് ബേസിക് നമ്മൾ നാഷണൽ ഇൻകം എന്താണെന്നുള്ളത്. ഓക്കെ, ഇത് നമുക്ക് ഓരോ ടൈപ്പുണ്ട്. അതിനകത്ത് GDP ഉണ്ട്, പിന്നെന്താണ് NDP ഉണ്ട്, പിന്നെ അതുപോലെ GNP ഉണ്ട്, NNP ഉണ്ട്. ഓക്കെ, ഇത് ഓരോന്നും നമുക്ക് MCQയിലൂടെ നമുക്ക് പഠിക്കാം. ക്ലിയർ? നമുക്ക് ഒന്നാമത്തെ ചോദ്യം നോക്കാം. ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയും താരതമ്യം ചെയ്യുന്നതിനുള്ള പ്രധാന സൂചിക ഏതാണ്? ഒന്നാമത്തത് ഉപഭോക്തൃ വില സൂചിക, 2 ദേശീയ വരുമാനം, 3 ധനപ്പെരുപ്പ നിരക്ക്, ഓപ്ഷൻ ഡി തൊഴിൽ നിരക്ക്. എങ്ങനെയാണ് നമ്മൾ പറയുന്ന ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച്? ഞാൻ തുടക്കത്തിലേ പറഞ്ഞു, നമ്മൾ ഇന്ത്യ 4ാം സ്ഥാനത്താണ്. കാരണം എന്താ, നമ്മുടെ GDP എന്ന് പറയുന്നത് എന്താണ്, ഏറ്റവും 4ാം സ്ഥാനത്ത് നിൽക്കുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് 4.184 ട്രില്യൺ വരുന്നുണ്ട്. ബാക്കിയുള്ള രാജ്യങ്ങൾക്കെല്ലാം അതിൽ താഴെയാണ് വരുന്നത്. അപ്പം എന്ത് നോക്കിയിട്ടാണ്? ദേശീയ വരുമാനം നോക്കിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, രാജ്യങ്ങളുടെ സാമ്പത്തിക വളർച്ചയെക്കുറിച്ച് നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പം നമ്മൾ രാജ്യത്ത് നിങ്ങൾ ആലോചിക്കുക, സാമ്പത്തിക വളർച്ചയിൽ നമ്മൾ 4ാം സ്ഥാനത്താണ്. പക്ഷേ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, നമ്മൾ ഡെവലപ്മെൻറ്റിൽ നമ്മൾ 130ാം സ്ഥാനത്താണ്. അത് ഡെവലപ്മെൻറ്റ്, ഇത് വളർച്ച. ഓക്കെ, അതായത് ദേശീയ വരുമാനം എന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു വർഷത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ വസ്തുക്കളുടെയും സേവനങ്ങളുടെയും മൂല്യമാണ്. ഇതിലൂടെ രാജ്യത്തിൻ്റെ ഉൽപ്പാദനശേഷിയും സാമ്പത്തിക വളർച്ചയും വിലയിരുത്താം. ഓക്കെ, അതിനാൽ രാജ്യങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ താരതമ്യം ചെയ്യാൻ ഇതാണ് പ്രധാനപ്പെട്ട മാനദണ്ഡം. അപ്പോൾ ഈ ദേശീയ വരുമാനം വെച്ചിട്ടാണ് നമ്മൾ രാജ്യങ്ങളെ 1, 2, 3, 4 എന്ന് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇന്ത്യ 4ാം സ്ഥാനത്താണല്ലോ. ക്ലിയർ? മനസ്സിലായോ? നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP, ഇത് നമ്മൾ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ്, മൊത്ത ഗ്രോസ് ആഭ്യന്തര ഡൊമസ്റ്റിക് ഉൽപ്പന്നം പ്രൊഡക്റ്റ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? ഡയറക്റ്റ് ക്വസ്റ്റ്യനാണ്, പ്രീവിയസാണ്. ആരാണ്? സൈമൺ കുക്നെറ്റ്സ് ആണ്. സൈമൺ കുക്നെറ്റ്സ് ആണ് ആദ്യമായിട്ട് അവതരിപ്പിച്ചത്. 1934 അമേരിക്കൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ സൈമൺ കുക്നെറ്റ്സ് ആണ് GDP എന്ന ആശയം അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന് പിന്നീട് എന്ത് കിട്ടി? നോബൽ പ്രൈസ് കിട്ടി. രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയും മേഖലാ വിശകലനവും വിലയിരുത്താൻ ഇതൊരു പ്രധാന സൂചികയായി സ്വീകരിക്കപ്പെട്ടു. അത് നമ്മൾ പറഞ്ഞല്ലോ, നമ്മൾ സാമ്പത്തിക വളർച്ചയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് GDP എന്ന് പറയുന്ന ഒരു മെഷർമെൻ്റ് എടുക്കാൻ തുടങ്ങി. അത് കണ്ടെത്തിയത് സൈമൺ കുക്നെറ്റ്സ് ആണ്. അടുത്ത ചോദ്യം നോക്കാം. മൊത്തം ആഭ്യന്തര ഉൽപ്പന്നം അല്ലെങ്കിൽ GDP എന്ന് പറഞ്ഞാൽ എന്താണ്, അല്ലെങ്കിൽ എന്തിനെ സൂചിപ്പിക്കുന്നു എന്ന് പറയാം. ഒന്നെന്ന് പറയുന്നത് വിദേശ രാജ്യങ്ങളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മൂല്യം, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ മൂല്യം, രാജ്യത്തെ നിക്ഷേപങ്ങളുടെ മൂല്യം മാത്രം, രാജ്യത്ത് ലഭിക്കുന്ന മുഴുവൻ വരുമാനങ്ങളുടെ മൂല്യം. എന്താണ് GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇത്രേ ഉള്ളൂ. രാജ്യത്തിൻ്റെ, ഇത് ഡൊമസ്റ്റിക് അല്ലേ, ആഭ്യന്തരമല്ലേ? അപ്പം ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യം. ഇപ്പം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നമ്മുടെ രാജ്യത്തിൻ്റെ അതിർത്തി ഏതാണോ ആ അതിർത്തിക്കുള്ളിൽ നിർമ്മിക്കപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GDP എന്ന് പറയുന്നത്.
ക്ലിയർ ആണല്ലോ. ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളുടെ മൂല്യമാണ്. ഓക്കെ, എപ്പോഴും ജി ഡി പി പറയുമ്പോൾ നമ്മുടെ ടെറിട്ടറി ആണോ എന്ന് നോക്കണം. ഈ പറയുന്ന സ്ഥലങ്ങൾ ഓക്കെ ടെറിട്ടറി ആണെന്നുണ്ടെങ്കിൽ അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാം നമ്മളുടെ ജി ഡി പിയിൽ കാൽക്കുലേറ്റ് ചെയ്യും. ഓക്കെ, ഇപ്പോൾ ഉദാഹരണം ഞാൻ ചോദിക്കുകയാണ്, ദുബായിൽ നിന്നുള്ള വരുമാനം അത് ജി ഡി പി വരുമോ? ഇല്ല. കാരണം എന്താ? അത് നമ്മുടെ ടെറിട്ടറിക്ക് പുറത്താണ്. മനസ്സിലാവുന്നുണ്ടോ? ജി ഡി പി എന്നത് ഭൗമാതിർത്തിക്കുള്ളിൽ ഒരു സാമ്പത്തിക വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എല്ലാ അന്തിമ ചരക്കുകളുടെയും സേവനങ്ങൾക്കും ഉള്ള കമ്പോള വിലയാണ്. അപ്പോൾ എന്തൊക്കെയായിരിക്കും ആഭ്യന്തര അതിർത്തി എന്ന് പറയുന്നത്? ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഓക്കെ, ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ ടെറിട്ടറി വരുന്നുണ്ട്, നമ്മൾ ലക്ഷദ്വീപിലെ വരുമാനം വരുന്നുണ്ട്, ആൻഡമാനിലെ വരുമാനം ജി ഡി പിയിൽ വരുന്നുണ്ട്, ഇപ്പോൾ മറ്റ് ഇൻ്റർനാഷണൽ ടെറിട്ടറി കൂടെ പോകുന്ന ഷിപ്പിൽ നിന്നുള്ള വരുമാനം വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ടെറിട്ടറി കൂടെ പോകുന്ന നമ്മുടെ ഫ്ലൈറ്റിൽ നിന്നുള്ള വരുമാനം വരുന്നുണ്ട്, ഇൻ്റർനാഷണൽ ടെറിട്ടറി നിൽക്കുന്ന നമ്മളുടെ ഓയിൽ റിഗിൽ നിന്നുള്ള വരുമാനം എന്താണ്? നമ്മുടെ ജി ഡി പി ആണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് ടെറിട്ടറിയിൽ നിന്ന് കിട്ടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യമെന്ന് പറയുന്നത് എന്താണ്? ജി ഡി പി ആണ്. ക്ലിയർ ആണേ? അടുത്ത് നോക്കാം, ഇന്ത്യയിൽ ജി ഡി പി കണക്കാക്കുമ്പോൾ ഒഴിവാക്കുന്ന വരുമാനം ഏതാണ്? ഇപ്പം ഞാൻ പറഞ്ഞ ജി ഡി പി എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലൊന്ന് സങ്കല്പിച്ച് നോക്കിയാൽ, നമ്മളുടെ ടെറിട്ടറി ഇന്ത്യ ഉണ്ട്, ആൻഡമാനുണ്ട്, ലക്ഷദ്വീപുണ്ട്, നമ്മുടെ ഷിപ്പുണ്ട്, ഇതെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ കണക്കാക്കുമ്പോൾ എന്താണ് നമ്മൾ ഒഴിവാക്കുന്നത് നോക്കാം. ഓക്കെ, ഓപ്ഷൻ എ ആഭ്യന്തര ഉൽപ്പാദന വരുമാനം, ഓപ്ഷൻ ബി വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം, ആഭ്യന്തര നിക്ഷേപങ്ങളുടെ വരുമാനം, കാർഷിക വരുമാനം. നിങ്ങൾ നോക്കിയേ, നമ്മുടെ കാർഷിക വരുമാനം എന്തായാലും കൂട്ടുമല്ലോ, കാരണം കൃഷി ഇന്ത്യൻ ടെറിട്ടറിയിലാണ് നടക്കുന്നത്, ആ വരുമാനം നമ്മൾ എടുക്കും. അതുപോലെ ആഭ്യന്തര നിക്ഷേപം, നമ്മളുടെ ഇന്ത്യയിൽ നോക്കിക്കേ, ഇന്ത്യയിൽ എന്തെങ്കിലും നിക്ഷേപങ്ങളുണ്ടോ? നമ്മൾ ഇന്ത്യയിൽ ആരെങ്കിലുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ബിസിനസ് നടത്തുന്നുണ്ടോ? ഉണ്ട് എങ്കിൽ ആ വരുമാനം നമ്മളുടെ ആഭ്യന്തരമാണ്, അപ്പോൾ അത് ജി ഡി പിയിൽ വരും. വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം ആലോചിച്ച് നോക്കിയാൽ, ഇപ്പം നമ്മുടെ ഇന്ത്യ ഇതാണ്. ഓക്കെ, ഇവിടെ ദുബായിൽ ഒരാൾ ജോലി ചെയ്യുന്നു, പൈസ ഉണ്ടാക്കിയിട്ട് ഇന്ത്യയിലേക്ക് അയക്കുന്നു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അയാൾ ജോലി ചെയ്ത സ്ഥലം ഏതാ? ദുബായ്. ദുബായ് എന്ന് പറഞ്ഞ ഇന്ത്യൻ ടെറിട്ടറി ആണോ? അല്ല. പക്ഷേ യു എയിലുള്ള ഇന്ത്യൻ എംബസി നമ്മുടെ ടെറിട്ടറിയാണ്. കൺഫ്യൂഷൻ വരരുത്. അല്ലെങ്കിൽ യു എയിൽ സ്ഥിതി ചെയ്യുന്ന യു എയിലുള്ള നമ്മുടെ ഇന്ത്യൻ എംബസി നമ്മുടെ ടെറിട്ടറിയാണ്. പക്ഷേ ദുബായ് നമ്മുടെ ടെറിട്ടറി ആണോ? അല്ല. അപ്പോൾ ദുബായിൽ നിന്നൊരാൾ പൈസ ഉണ്ടാക്കിയിട്ട് നാട്ടിലോട്ട് അയച്ചാൽ നമ്മുടെ ജി ഡി പിയിൽ വരുമോ? വരത്തില്ല. ഓക്കെ, ആഭ്യന്തര ഉൽപ്പാദന വരുമാനം അത് നമ്മളെടുക്കും. ക്ലിയർ ആണോ? അതായത് വിദേശത്ത് ജോലി ചെയ്യുന്ന വ്യക്തികളുടെ വരുമാനം നമ്മൾ ജി ഡി പിയിൽ എടുക്കാറില്ല. നമ്മൾ ഒന്നുകൂടെ പറയാം, ജി ഡി പി കണക്കാക്കുന്നത് രാജ്യത്തിൻ്റെ അതിർത്തിക്കുള്ളിലെ ഉൽപ്പാദനത്തിൻ്റെ മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ വരുമാനം അല്ലെങ്കിൽ വിദേശത്ത് പ്രവർത്തിക്കുന്ന ഇന്ത്യൻ സ്ഥാപനങ്ങളുടെ വരുമാനം ജി ഡി പിയിൽ ഉൾപ്പെടില്ല. അവ ജി എൻ പി എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് കൊടുക്കുന്നത്. അത് നമുക്ക് പറയാം ജി എൻ പി എന്താണെന്ന്. ഇപ്പോൾ ജി ഡി പിക്ക് പല മെഷർമെൻറ്റ്സും മനസ്സിലാവുന്നുണ്ടോ? പല ചോദ്യങ്ങളിലൂടെ ജി ഡി പിയെ കുറിച്ച് പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, അടുത്ത് നോക്കാം. അമേരിക്കയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം എവിടെയാണ് ഉൾപ്പെടുത്തുന്നത്? ഓക്കെ, അമേരിക്കയിലൊരു ഇന്ത്യൻ സ്ഥാപനമുണ്ട്, അതിൻ്റെ വരുമാനം അത് ഇന്ത്യയുടെ ജി ഡി പിയിൽ, അമേരിക്കയുടെ ജി ഡി പിയിൽ, ഇന്ത്യയുടെ ജി എൻ പിയിൽ, ബി ആൻഡ് സിയിൽ. ഓക്കെ, രണ്ടിലും എന്നുള്ളതാണ് ഇരട്ടയിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഏതാണ് ആൻസർ? അത് നമുക്ക് നോക്കാം. അമേരിക്ക അല്ലേ, അമേരിക്ക, യു എസ് എ ഉണ്ട്, ഇന്ത്യ ഉണ്ട്. ക്ലിയർ? ഓക്കെ, അമേരിക്കയിലെ ഒരു സ്ഥാപനമാണ് അല്ലേ, അമേരിക്കയിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അമേരിക്കയിലെ ഇന്ത്യൻ എംബസി എന്ന് പറഞ്ഞിട്ടില്ല, അമേരിക്ക അതൊരു വേറെ രാജ്യമാണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന ഒന്നും നമ്മുടെ ജി ഡി പിയിൽ വരത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പം നമ്മുടെ ജി ഡി പിയിൽ വരുമോ? ഇല്ല. കാരണം എന്താ? അത് അമേരിക്കയിലല്ലേ പ്രവർത്തിക്കുന്നത്. അമേരിക്കയിലൊരു സ്ഥാപനം പ്രവർത്തിച്ചത് ഇന്ത്യക്കാരുടെ ആണെങ്കിലും അല്ലെങ്കിലും അത് നമ്മുടെ ജി ഡി പിയിൽ വരുമോ? ഇല്ല. മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പം അത് വരത്തില്ല. അടുത്തത് ഇന്ത്യയുടെ ജി ഡി പിയിൽ വരത്തില്ല. ഓക്കെ, രണ്ടാമത്തത് അത് അമേരിക്കയുടെ ജി ഡി പിയിലാണ് വരുമോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, അത് അമേരിക്കയിൽ അമേരിക്കയുടെ ടെറിട്ടറിയിലാണ് ആ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അത് അമേരിക്കയുടെ ജി ഡി പിയിൽ വരും. ഓക്കെ, പിന്നെ കാര്യം, ഇത് ഇന്ത്യയുടെ ജി ഡി പിയിൽ വരുമോ? നിങ്ങൾ നോക്കിക്കേ,
അത് ഇന്ത്യയുടെ GNPയിലാണ് വരുന്നത്. അപ്പം നമ്മുടെ ആൻസർ എന്താണ് വരുന്നത്? ബിയും സിയും ആണ് വരുന്നത്. ഓക്കെ, അപ്പം നമുക്കിനി GNP എന്താണെന്ന് നോക്കാം. ഓക്കെ, GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി, അതായത് ഇന്ത്യൻ നാഷണൽസ്, അതായത് ഇതിൻ്റെ ഫുൾ ഫോം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്നാണ് GNP എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ്. ഒരു സെക്കൻഡ്. ഓക്കെ, ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് GNP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പൗരൻ, ഓക്കെ, ഇവിടെ അതായത് ഇന്ത്യയുടെ GNP എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ത്യയിലെ പൗരന്മാർ അവരുടെ നിർമ്മാണ പ്രവർത്തനങ്ങളിലൂടെ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും മൂല്യത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? GNP എന്ന് പറയുന്നത്. മനസ്സിലായോ? നമ്മളുടെ രാജ്യത്തെ, അതായത് ഇന്ത്യൻ പൗരന്മാർ നിർമ്മിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും. ഇപ്പം നമ്മൾ ഇന്ത്യൻ പൗരന്മാരെടുക്കുമ്പോൾ അവരെവിടെ ഉണ്ടാവും? അവർ ഇന്ത്യയിലുണ്ടാവും. ഇന്ത്യൻ പൗരന്മാർ അല്ലേ? ഇന്ത്യൻ പൗരന്മാർ ഇന്ത്യയിൽ നിർമ്മാണ പ്രവർത്തനം നടത്തി പൈസ ഉണ്ടാക്കുന്നുണ്ട്. പ്ലസ് അവർ വിദേശത്ത് ജോലി ചെയ്യാറുണ്ട് അല്ലേ? ഇപ്പോൾ ദുബായ് പോലുള്ള സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് അവർ പൈസ ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് അയക്കാറുണ്ട്. അതും ഇന്ത്യയുടെ വരുമാനമാണ്. മനസ്സിലാവുന്നുണ്ടോ? ഇത്തരത്തിൽ വരുന്നതിനെയാണ് നമ്മൾ GNP എന്ന് പറയുന്നത്. ഇവിടെ എന്തുമാകാം. മനസ്സിലാവുന്നുണ്ടോ? പക്ഷേ വരുമാനം ഉണ്ടാക്കുന്നത് ആരായിരിക്കണം? ഇന്ത്യൻ പൗരന്മാരായിരിക്കണം. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണത്തിന് ചോദിക്കുകയാണ്, ഒരാൾ ദുബായിൽ ജോലി ചെയ്യുന്നു, നിങ്ങളുടെ വീട്ടിലെ ബന്ധുക്കളാരെങ്കിലും ദുബായിൽ ജോലി ചെയ്യുന്നുണ്ട് വെച്ചു. അപ്പോൾ അവർ ദുബായിൽ നിന്ന് പൈസ നാട്ടിലേക്ക് അയക്കുന്നുണ്ട്. അതെന്താണ്? GNP ആണ്. കാരണം പൗരന്മാരുടെ വരുമാനം മാത്രം കണക്ക് കൂട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? GNP എന്ന് പറയുന്നത്. അപ്പം ഉദാഹരണത്തിന് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന, ഇപ്പം അമേരിക്കയിൽ ഇന്ത്യൻ സ്ഥാപനം പ്രവർത്തിക്കുന്നുണ്ട്. അപ്പം ഇന്ത്യയുടെ സ്ഥാപനമോ അമേരിക്കയിലാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ അത് ഇന്ത്യയുടെ GDPയിൽ വരില്ല, പക്ഷേ ഇന്ത്യയുടെ GNPയിൽ വരും. മനസ്സിലാവുന്നുണ്ടോ? കാരണം എന്താ? അത് ഇന്ത്യൻ പൗരൻ്റെ ആണ്. അപ്പം ഇന്ത്യൻ പൗരൻ എവിടെ നിന്ന് വരുമാനം ഉണ്ടാക്കിയാലും അത് GNP ആയിട്ടാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കിയേ, അപ്പോൾ GNP എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ പൗരൻ്റെ വരുമാനം. നമ്മൾ ചൈനയിലൊരു ഫാക്ടറി തുടങ്ങി അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം GNP ആണ്, ഇന്ത്യയുടെ GNP ആണ്. അമേരിക്കയിൽ ഒരു ഇന്ത്യക്കാരൻ പോയി ഫാക്ടറി തുടങ്ങി പൈസ ഉണ്ടാക്കിയാൽ അതും ഇന്ത്യയുടെ GNP ആണ്. അപ്പോൾ നോക്കിക്കേ, അമേരിക്കയിലെ ഒരു ഇന്ത്യൻ സ്ഥാപനത്തിൻ്റെ ലാഭം എവിടെ ഉൾപ്പെടുത്തുന്നത്? ഇന്ത്യയുടെ GDPയിൽ വരുമോ? ഇല്ല. കാരണം അമേരിക്ക നിൽക്കുന്ന സ്ഥാപനമോ, അത് ഇന്ത്യൻ ടെറിട്ടറി അല്ല. മനസ്സിലാവുന്നുണ്ട്? അപ്പോൾ നമ്മുടെ GDPയിൽ വരത്തില്ല, പക്ഷേ എവിടെ വരും? നമ്മുടെ GNPയിൽ വരും. അതുപോലെ തന്നെ അമേരിക്കയുടെ ടെറിട്ടറി നിൽക്കുന്ന സാധനമല്ലേ, അപ്പോൾ അത് അമേരിക്കയുടെ GDPയിൽ വരും. അപ്പോൾ അമേരിക്കയുടെ GDPയിൽ വരും, ഇന്ത്യയുടെ GNPയിലും വരും. അപ്പോൾ B ആൻഡ് C. ഓക്കെ, ഈ ചോദ്യം ചിലപ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. 2 തവണ ഈ ചോദ്യത്തിൻ്റെ ആ ഒരു അർത്ഥം ഒന്ന് മനസ്സിലാക്കി ഒന്ന് വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമുക്ക് ഈ വീഡിയോയുടെ ലെങ്തിൻ്റെ ഒരു പ്രോബ്ലം കൊണ്ടാണ് വീണ്ടും വീണ്ടും പറയാൻ പറ്റാത്തത്. ക്ലിയർ ആവുന്നുണ്ടോ? അപ്പോൾ ഒരു തവണ കൂടി ഒന്ന് കേട്ട് നോക്കണം. ഇനി നമുക്ക് നോക്കാം, താഴെ പറയുന്നവയിൽ GDPയുടെ സവിശേഷത അല്ലാത്തത് എന്തെന്നാണ് ചോദ്യം. ഓക്കെ, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച മൂല്യം ഉൾപ്പെടുത്തുന്നു. GDPയുടെ സവിശേഷതയാണോ? നോക്കിക്കേ, രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിച്ച മൂല്യം വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി, അതെന്താണ്? GDP ആണ്. GDPയുടെ സവിശേഷതയാണത്. ഓക്കെ, അന്തിമ ചരക്കുകൾ മാത്രമേ കണക്കാക്കൂ, അത് GDPയുടെ ആണ് അല്ലേ? നമ്മൾ ഫൈനൽ ഗുഡ്സിൻ്റെ മാത്രമല്ലേ എടുക്കുകയുള്ളൂ, ആ GDPയുടെ സവിശേഷത അല്ലേ? നമ്മുടെയൊക്കെ ചോദിച്ചാൽ GDPയുടെ സവിശേഷത അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. നോക്കിക്കേ, ഉൽപാദനത്തിൻ്റെ ഉടമസ്ഥത പ്രധാനമാണ്. ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റിയുടെ ഉടമസ്ഥനാര്, അവരെ ബേസ് ചെയ്തിട്ട് നമ്മൾ വരുമാനം കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെ പൗരൻ എന്നുള്ള പൗരൻ്റെ വരുമാനം എന്നുള്ള ഉടമസ്ഥതയുടെ പേരിൽ നമ്മൾ വരുമാനം കണക്കാക്കുകയാണെങ്കിൽ അതെന്താണ്? അത് GNP ആണ്. മനസ്സിലായോ? അത് GNP ആണ്. അപ്പോൾ
സി മാത്രമാണ് GDPയുടെ സവിശേഷത അല്ല ഇത് മറ്റൊന്ന് കമ്പോള വിലയിൽ കണക്കാക്കുന്നു, അത് മാർക്കറ്റ് പ്രൈസിൽ നമ്മൾ GDP കണക്കാക്കാറുണ്ട്. അപ്പോൾ ഇതും GDPയുടെ സവിശേഷതയാണ്. അപ്പം GNPയുടെ സവിശേഷത എന്താണ്? ഉൽപ്പാദനത്തിൻ്റെ ഉടമസ്ഥത. ഓർത്ത് വെച്ചോളാം, GDP ടെറിട്ടറിയെ ബേസ് ചെയ്തും GNP നാഷണാലിറ്റിയെ ബേസ് ചെയ്തിട്ടുമായിരിക്കും നമ്മൾ കണക്കാക്കുന്നത്. ക്ലിയർ ആണല്ലോ? അത് GDP ഉൽപ്പാദനത്തിൻ്റെ സ്ഥലം അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്, ഉടമസ്ഥത പ്രശ്നമല്ല. അതിനാൽ വിദേശ കമ്പനി ഇന്ത്യയിൽ ഉൽപ്പാദനം നടത്തിയാൽ അത് GDPയിൽ ഉൾപ്പെടും. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പോൾ ഞാൻ പറയട്ടെ, ഒരു കമ്പനി ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, അത് അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ വരുമാനം നമ്മുടെ GDPയിൽ വരും, പക്ഷെ നമ്മുടെ GNPയിൽ വരത്തില്ല. കാരണം എന്താ? അത് അമേരിക്കൻ കമ്പനിയാണ്, അവരുടെ നാഷണാലിറ്റി എന്താ? അമേരിക്കനാണ്. അത് നമ്മുടെ GNPയിൽ വരത്തില്ല. നമ്മുടെ GNPയിൽ എന്തെടുക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൗരൻ്റെ വരുമാനം. GDPയിൽ എന്തെടുക്കും? നമ്മളുടെ ടെറിട്ടറിയിലെ വരുമാനം. ക്ലിയർ ആണോ? അടുത്ത് നോക്കാം, മൊത്ത ദേശീയ ഉൽപ്പന്നം അല്ലെങ്കിൽ GNP എന്നത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് സേവനങ്ങളുടെ മൂല്യമാണോ GNP? അല്ലല്ലോ. ഓക്കെ, അതല്ലല്ലോ ആൻസർ. അടുത്ത, രാജ്യത്തിൻ്റെ പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് സേവനങ്ങളുടെ മൂല്യം, അതാണെന്ത്? GNP എന്ന് പറയുന്നത്. വിദേശ രാജ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് സേവനങ്ങളുടെ മൂല്യം മാത്രമല്ല, സർക്കാരിൻ്റെ ചെലവിൽ നിന്നുള്ള ഉൽപ്പാദന മൂല്യവും അല്ല. അപ്പം പൗരന്മാർ ഉൽപ്പാദിപ്പിക്കുന്ന ചരക്ക് സേവനങ്ങളുടെ മൂല്യമാണ് GNP എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, അതായത് GNP അല്ലെങ്കിൽ ഗ്രോസ് നാഷണൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിലെ പൗരന്മാർ അല്ലെങ്കിൽ സിറ്റിസൻസ് ഓർ റെസിഡൻസ്, അത് എവിടെയാണെങ്കിലും ദേശീയ അതിർത്തിക്കുള്ളിലോ വിദേശത്തോ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ ചരക്ക് സേവനങ്ങളുടെ കമ്പോള വിലയാണ്. അതിനാൽ ഇത് ഉടമസ്ഥത അടിസ്ഥാനമാക്കിയാണ് കണക്കാക്കുന്നത്, ഉൽപ്പാദന സ്ഥലം അടിസ്ഥാനമല്ല. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നാഷണൽ ഇൻകത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഒന്നാമത്തെ പാർട്ടാണ് നമ്മളിവിടെ പറഞ്ഞത്. ബേസിക് ആയിട്ടുള്ള നാഷണൽ ഇൻകം എന്താണെന്ന് നമ്മൾ പറഞ്ഞു, അതുപോലെ തന്നെ അതിൻ്റെ ഒരു ബേസ് ലെയർ നമ്മൾ പറഞ്ഞു. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ഉണ്ട്, കൺഫ്യൂഷൻ വരാവുന്ന ചില ടേംസ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞു. പിന്നെ GDPയും GNPയും മാത്രമാണ് നമ്മൾ ഇന്നത്തെ MCQസിനകത്ത് ഉൾപ്പെടുത്തിയത്. നമുക്കിനി NDP ഉണ്ട്, NNP ഉണ്ട്, പിന്നെ മറ്റ് ചില ടേംസും ഉണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട MCQ നമ്മൾ അടുത്ത പാർട്ടിൽ ചെയ്യുന്നതായിരിക്കും. കാരണം ഈ വീഡിയോയുടെ ലെങ്ത് ഒരു പ്രശ്നമാണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുക, ഫുള്ള് കാണുക. ഒരു ക്വസ്റ്റ്യൻ 2-3 തവണയെങ്കിലും നിങ്ങളത് വർക്കൗട്ട് ചെയ്ത് ഉറപ്പ് വരുത്തുക. ക്ലാസ് കേട്ടിട്ട് ആ ക്വസ്റ്റ്യൻസ് 2-3 തവണ ഒന്ന് വർക്കൗട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നാഷണൽ ഇൻകം എന്ന് പറയുന്ന പാർട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് പഠിച്ചു പോകാൻ പറ്റും. പിന്നെ ക്ലാസ് മുഴുവനായിട്ട് കേൾക്കുക. ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം, വളരെ ജെന്യുവനായിട്ടുള്ള അഭിപ്രായം നമ്മളെ കമൻ്റായിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യുക. പിന്നെ ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മറ്റ് സുഹൃത്തുക്കളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവരും നന്നായിട്ടിരുന്ന് പഠിക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. MCQs നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഈസി ആയിട്ട് ഇവിടെ നിന്ന് ഒറ്റ മാർക്ക് പോലും പോകത്തില്ല. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായി വരട്ടെ, കാര്യങ്ങളൊക്കെ നന്നായിട്ട് പഠിക്കുക. താങ്ക് യു.